ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് 2026 ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമായിരിക്കുമെന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാല്, രോഹിണി, മകേരം, പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. 17-ാം തീയതി രാവിലെ വരെ സൂര്യൻ കർക്കടകം രാശിയിൽ സ്ഥിതി ചെയ്യും. അതിനുശേഷം ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യും. 2-ാം തീയതി രാത്രി 10:51 വരെ ചൊവ്വ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുൻ രാശിയിലും സ്ഥിതി ചെയ്യും. ബുധൻ 5-ാം തീയതി രാത്രി 7:54 വരെ മിഥുനം രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യും. ശുക്രൻ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യും. ശനി മീനം രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഗ്രഹചാരവശാൽ അനുഭവപ്പെടുക. 17-ാം തീയതി രാവിലെ 7:52 വരെ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് കർക്കിടകം രാശിയിലാണ്. ഇത് ഈ കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം തികച്ചും അനുകൂലമാണ്. സ്ഥാനാന്തര പ്രാപ്തി, ശത്രുനാശം, ധനാഭിവൃദ്ധി, മെച്ചപ്പെട്ട ആരോഗ്യം, ഇതൊക്കെ സൂര്യൻ 3-ാം ഭാവത്തിൽ നൽകുന്ന ചാരഫലങ്ങളാണ്. മെച്ചപ്പെട്ട ഒരു സ്ഥാനക്കയറ്റം ഈ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ജീവനക്കാർക്കും ഒക്കെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോഷൻ അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സ്ഥലമാറ്റം ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തകരായിട്ടുള്ളവർക്കും അവരുടെ കർമ്മമേഖലയിൽ ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം. ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണർവും അനുഭവപ്പെടുന്നതാണ്. അതുപോലെ അസൂയാലുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാവും. ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ പെട്ടെന്ന് തന്നെ മിത്രഭാവത്തിലേക്ക് മാറുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ ഈ കൂറുകാർക്ക് സൂര്യന്റെ 3-ാം ഭാവസ്ഥിതി സഹായിക്കും. സാമ്പത്തിക പ്രയാസം അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരിക്കാൻ കഴിയുന്നതാണ്. കടബാധ്യതയൊക്കെ ഇല്ലാതാക്കുന്നതിന് ഇവർക്ക് സാധിക്കും. രോഗ ദുരിതങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഈ കൂറുകാർക്ക് പെട്ടെന്ന് തന്നെ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ആരോഗ്യം കൈവരികയും ചെയ്യും. വളരെ കാലമായി ചികിത്സ നടത്തി വന്നിരുന്ന ഈ കൂറുകാർക്ക് ചികിത്സ അവസാനിപ്പിക്കാനുള്ള അവസരവും വന്നു ചേരും. ഈ കൂറുകാർക്ക് 5-ാം തീയതി വരെ ബുധൻ 2-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അനുസരിച്ച് ധനസമൃദ്ധി ഇവർക്ക് അനുഭവപ്പെടും. വിവിധ രംഗത്തു നിന്നും സാമ്പത്തികമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. വള്ളക്കാലമായി കിട്ടാതെ കിടക്കുന്ന കടങ്ങളൊക്കെ തിരികെ ലഭിക്കും. ചിട്ടിയും ലോണും ഒക്കെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തിക സഹായങ്ങൾക്ക് അപേക്ഷിച്ച് വളരെ കാലമായി കാത്തിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ കുടിശ്ശികയായി ലഭിക്കാനുള്ള ശമ്പളവും പെൻഷനും ഒക്കെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നതാണ്. അതുപോലെ മനോഹരമായ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാനും ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ അവസരം ലഭിക്കും. ശത്രുപക്ഷത്തെ പോലും മിത്രങ്ങളാക്കി മാറ്റുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ഇവർക്ക് വന്നു ചേരും. ശുക്രൻ ഇവർക്ക് 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിലെ ശുക്രനും വലിയ ധന നേട്ടം ഇവർക്ക് നൽകുന്നതാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം മാറുകയും മെച്ചപ്പെട്ട സാമ്പത്തിക നില കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കടബാധ്യതകളൊക്കെ ഒഴിവാക്കി സമാധാനത്തോടെ കഴിയുന്നതിനുള്ള അവസരം വന്നു ചേരും. സന്താന സൗഭാഗ്യവും ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കാലമായിട്ട് സന്താനങ്ങളുടെ പേരിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് അതിലെല്ലാം അറുതി വരുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ധാരാളം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരം വന്നു ചേരും. ബന്ധുക്കൾ മൂലം ധാരാളം സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്.
വളരെ കാലമായി വലിയ അടുപ്പം സൂക്ഷിക്കാത്ത ബന്ധുക്കളുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനും അവരുമായിട്ട് സഹകരിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും ധാരാളം സഹായങ്ങൾ ഇവർക്ക് ലഭിക്കും. അതുപോലെ ഗുരുജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന പല പ്രവൃത്തികളും നിറവേറ്റുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ഗുരുജനങ്ങളുടെ പ്രീതി മൂലം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇവർക്ക് വന്നു ചേരും. ശനി ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 11ാം ഭാവത്തിലാണ്. ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശനിയുടെ ബലം കൂടുകയും കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. അന്യലിംഗത്തിൽപ്പെട്ടവരുമായി സംഗമിക്കുവാനും കൂടുതൽ സുഖം അനുഭവിക്കുവാനും അവസരം ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും ഇവർക്ക് വന്നു ചേരും. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ മെച്ചപ്പെട്ട ഒരു ലാഭം ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരും. ഏത് മേഖലയിലായാലും കർമ്മരംഗത്തു നിന്നും വലിയ ലാഭമാണ് ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുക. വലിയ പ്രതാപിയായി കഴിയുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. ബന്ധുബലം കൊണ്ടും ധനത്തിന്റെ ആധിക്യം കൊണ്ടും വലിയ പ്രതാപത്തോടെ സമൂഹത്തിൽ കഴിയുവാനും മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾ പിടിച്ചുപറ്റുവാനും ഇവർക്ക് അവസരം ലഭിക്കും. ഇങ്ങനെയൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുമ്പോഴും ചില ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മൂലം ചില ദോഷങ്ങളും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. 17ാം തീയതിക്ക് ശേഷം സൂര്യൻ ഈ കൂറുകാർക്ക് 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4ാം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. സംഭോഗ സുഖത്തിന് കുറവ് അനുഭവപ്പെടും. അതുപോലെ ചില രോഗലക്ഷണങ്ങളും കാണുവാൻ സാധ്യതയുണ്ട്. ചൊവ്വ ഈ കൂറുകാരെ സംബന്ധിച്ച് ലഗ്നഭാവത്തിലും 2ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 2ാം തീയതി വരെ ലഗ്നഭാവത്തിലും അതിനുശേഷം 2ാം ഭാവത്തിലുമാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. ദേഹത്തിൽ ഒടിവ് ചതവ് ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം പരിക്കുകളൊക്കെ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഈ ലഗ്നഭാവത്തിലെ ചൊവ്വ കാരണമാകും. 2ാം ഭാവത്തിലെ ചൊവ്വ മൂലം രാജാവ്, കള്ളന്മാര്, അഗ്നി, ശത്രു ഇവരെ കൊണ്ടൊക്കെ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത് നല്ലതാണ്. കൂടുതലായി മനപ്രയാസം അനുഭവപ്പെടുകയും തൽഫലമായി ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 5ാം തീയതിക്ക് ശേഷം ബുധൻ ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 3ാം ഭാവത്തിലാണ്. അധികാരി വർഗത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെ ഉപദ്രവം ഉണ്ടാകുവാനും അതിന്റെ പേരിൽ മനപ്രയാസം അനുഭവിക്കുവാനും ഇടയാകും. ഇവർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 3ാം ഭാവത്തിലാണ്. 3ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലമല്ല. സ്വസ്ഥാനത്ത് നിന്ന് ഉള്ള മാറ്റം, അതുപോലെ കാര്യങ്ങളൊക്കെ നാശം, ഇതാണ് 3ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം. എങ്കിലും കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ കാര്യമായിട്ട് അനുഭവപ്പെടുകയില്ല. ഉച്ചത്തിൽ ബലവാനായ വ്യാഴം പൊതുവെ ഗുണഫലങ്ങളാണ് ചെയ്യുക. അതുകൊണ്ട് ഈ ദോഷങ്ങൾ കാര്യമായ അളവിൽ അനുഭവപ്പെടാൻ സാധ്യതയില്ല. രാഹു ഇവർക്ക് 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധനം, വിദ്യ, കീർത്തി ഇതിനൊക്കെ ഇടിവ് സംഭവിക്കുവാൻ 10ാം ഭാവത്തിലെ രാഹു കാരണമായേക്കാം. കേതു സ്ഥിതി ചെയ്യുന്നത് 4ാം ഭാവത്തിലാണ്. ദുർജന സംസർഗം മൂലം ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ദുർജന സംസർഗം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ശരീരത്തിൽ ഒടിവ്, ചതവ് ഒക്കെ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദേഹത്ത് പരിക്കുകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗം വരുവാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ചാരവശാൽ ദുഷ്ടന്മാരായ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും ഈ കൂറുകാരെ സഹായിക്കും. മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാഹുവിന്റെയും സൂര്യന്റെയും അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാവും. ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് പായലാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ബുധന്റെയും വ്യാഴത്തിന്റെയും അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായി മഹാവിഷ്ണുവിന് പ്രാർത്ഥിച്ച് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ്. ഗണപതിക്ക് ഒറ്റ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ കേതു മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാവും. വഴിപാടുകളും പ്രാർത്ഥനയും ചെയ്ത് ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കിയാൽ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2026 ഓഗസ്റ്റ് മാസം ഭാഗ്യാനുഭവങ്ങളുടെ കാലമായി മാറട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.